എനർജി എടുക്കാൻ പോകുന്നത് കേട്ടോ. എനർജിയാണ്. അപ്പൊ എന്താണ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണ് എനർജി? എല്ലാ കാര്യത്തിനും എനർജി വേണം അല്ലേ? എനർജിനെ പറ്റി വേറെ എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം? എക്സ്ട്രാ പോയിന്റ്സ് അറിയുന്നതൊക്കെ ഒന്ന് പറയൂ. വേഗം ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങിക്കോളൂ. എനർജി എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഷീന പറയുന്നു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് എനർജി എന്ന്. വേറെ എന്തെല്ലാം അറിയാം? സൺ ഈസ് ദ സോഴ്സ് ഓഫ് എനർജി. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സണ്ണാണ് അല്ലെങ്കിൽ സൂര്യനാണ് ഊർജത്തിന്റെ സ്രോതസ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് എന്താണ്? അടുത്തത് ഗതികോർജം, സ്ഥിതികോർജം. നെക്സ്റ്റ് വേറെ എന്താ അറിയും? സസ്യങ്ങൾക്കും എനർജി ആവശ്യമാണ്. അതെ. അടുത്തത്, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ബേസിക് നോളജ് ഉണ്ട് ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട്. അപ്പൊ ഇനി നമ്മൾ എന്താണ് മോർ ആൻഡ് മോർ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എനർജിക്ക് ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത് അല്ലെ. എന്താണ് എനർജി? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് എന്നതാണ് ഊർജം എന്ന വാക്കിന്റെ അർത്ഥം അല്ലെ. അല്ലെങ്കിൽ ഊർജം എന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഡെഫിനിഷൻ ഒക്കെ അത് തന്നെയാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഇപ്പം ആരൊക്കെ ചാറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്. സിംപ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ പോയിന്റ് ആണ്. പ്രവൃത്തി പറഞ്ഞാൽ എനി വർക്ക്, എന്തെങ്കിലും വർക്ക് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെ പറ്റി പറയുന്നതാണ് എന്ത്? ഊർജം എന്ന് പറയുന്നത്. ആ ഒരു കഴിവ്, ഒരു എബിലിറ്റി വേണമല്ലോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ്. താപോർജം ഉണ്ട്, വൈദ്യുതോർജം ഉണ്ട്, യാന്ത്രികോർജം എന്നിങ്ങനെ ഊർജത്തിന് പല രൂപങ്ങളുണ്ട് അല്ലെ. താപോർജം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് എനർജി അല്ലെ, ചൂടുകൊണ്ട് ഉണ്ടാവുന്ന ഊർജമാണ്. അടുത്തെന്താണ്? വൈദ്യുതോർജം അല്ലെ, ഇലക്ട്രിസിറ്റി. പിന്നെ എന്താണ്? ഇലക്ട്രിസിറ്റി മൂലം ഇലക്ട്രിക് എനർജി ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? യാന്ത്രികോർജം അല്ലെ, മെക്കാനിക്കൽ എനർജി. എന്തെങ്കിലും മെഷീൻസ് നിന്നിട്ട് വരുന്ന ഊർജമാണ് യാന്ത്രികോർജം എന്ന് പറഞ്ഞത്. അങ്ങനെ പല രൂപത്തില് ഊർജത്തിനെ തരംതിരിച്ചിട്ടുണ്ട്. യെസ്. നെക്സ്റ്റ് എന്താ നോക്കാം. ഊർജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനും പറ്റും, പക്ഷേ ഊർജത്തെ സൃഷ്ടിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല എന്ന് ഊർജ സംരക്ഷണ നിയമം പറയുന്നുണ്ട്. ഊർജ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. ഏതൊക്കെ സയന്റിസ്റ്റുകൾ എന്ത് കണ്ടുപിടിച്ചാലും എന്തെങ്കിലും ലോസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതുപോലുള്ള ഒരു നിയമമാണ് ഊർജ സംരക്ഷണ നിയമം. ഈ ഊർജത്തെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനും പറ്റും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഊർജത്തെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ, അല്ലെങ്കിൽ സൃഷ്ടിക്കുവാൻ പറ്റില്ല. പിന്നെന്താണ്? നശിപ്പിക്കുവാനോ കഴിയില്ല. അതാണ് ഊർജം എന്ന് പറഞ്ഞത്. അതാണ് ഊർജ സംരക്ഷണ നിയമം പറയുന്നത്. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഓക്കെ ചെയ്യൂ. യെസ്. അപ്പൊ നമുക്ക് ബേസ് മനസ്സിലാക്കിയാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കാം. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? തോമസ് യങ് ആണ് കേട്ടോ. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. തോമസ് യങ്ങിന്റെ നിങ്ങൾക്ക് കാണാം, സ്ക്രീനിൽ പിക്ചർ ഉണ്ട്. അപ്പം ഊർജം എന്ന വാക്ക് അല്ലെങ്കിൽ എനർജി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് തോമസ് യങ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. നെക്സ്റ്റ്, ഊർജം പല തരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഊർജത്തിന്റെ തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1 ആണ് രാസോർജം അല്ലെ, കെമിക്കൽ എനർജി. എന്തെങ്കിലും കെമിക്കലി ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്നെല്ലാം വരുന്നതാണ് രാസ ഊർജം എന്ന് പറയുന്നത്. രാസോർജം, കെമിക്കൽ എനർജി. പിന്നെ എന്താണ്? വൈദ്യുതോർജം. നമ്മൾ പറഞ്ഞു ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് എനർജിയാണ് വൈദ്യുത ഊർജം എന്ന് പറഞ്ഞത്, വൈദ്യുതോർജം. നെക്സ്റ്റ് എന്താണ്? യാന്ത്രികോർജം. എന്തെങ്കിലും മെഷീൻസിൽ നിന്ന് വരുന്ന എനർജിയാണ്. അത് വർക്ക് ചെയ്യിപ്പിക്കാൻ വരുമ്പോ
വരുന്ന എനർജിയാണ് എന്ത് യാന്ത്രികോർജം എന്ന് പറയുന്നത്, മെക്കാനിക്കൽ എനർജി എന്ന് ഇംഗ്ലീഷിൽ പറയും. ആണവോർജം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയർ എനർജിയാണ്. ഇന്ന് ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന എനർജികൾ, അതാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞത്, ആണവോർജം എന്ന് പറയും. അടുത്തതാണ് ഗുരുത്വാകർഷണ ഊർജം, അല്ലെ, ഗ്രാവിറ്റേഷണൽ എനർജി എന്ന് പറയും. ഗുരുത്വാകർഷണ ഊർജം, അല്ലെ, ഗ്രാവിറ്റേഷണൽ ലോസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ന്യൂട്ടന്റെ. നെക്സ്റ്റ്, ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് പറയാൻ പോകുന്നത് കേട്ടോ. അതിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ. ഈ യൂണിറ്റുകളൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ഏതെന്ന് ചോദിക്കും, CGS യൂണിറ്റ് ഏതെന്ന് ചോദിക്കും, ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പം SI യൂണിറ്റ് ആണ് ജൂള്. CGS യൂണിറ്റ് ആണ് ഏത്? എർഗ്. ഒരു ജൂൾ ഈസ് ഈക്വൽ ടു 10⁻⁷ എർഗ് ആണ് കേട്ടോ. 1 ജൂൾ ഈസ് ഈക്വൽ ടു 10⁻⁷ എർഗ് ആണ്. അടുത്ത എന്താണ്? 1 വാട്ട് അവർ ഈസ് ഈക്വൽ ടു 36,000, അതായത് 3600 ജൂൾ ആണ് കേട്ടോ. അപ്പൊ 3600 ജൂൾ ആണ് ഒരു വാട്ട് അവർ എന്ന് പറഞ്ഞത്. 1 വാട്ട് അവർ ഈസ് ഈക്വൽ ടു 3600 ജൂൾ ആണ്. SI യൂണിറ്റ് ജൂൾ ആണ്, CGS യൂണിറ്റ് എർഗ് ആണ്. 1 ജൂൾ ഈസ് ഈക്വൽ ടു 10⁻⁷ എർഗ് ആണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചെങ്കിലും ഒന്ന് ഓക്കെ പറയാം. ഓക്കെ ആണ്. അടുത്തതാണ് ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് ആൽബർട്ട് ഐൻസ്റ്റീന്റെ സ്റ്റോറീസ് ഒക്കെ കേട്ട് പരിചയം ഉണ്ടാവും, ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് സ്ക്രീനിൽ നമുക്ക് കാണാം. അപ്പൊ ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാല് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ, അല്ലെ, ശാസ്ത്രജ്ഞന്മാരുടെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകളാണ് ന്യൂട്ടൺ, ഐൻസ്റ്റീൻ, ഫാരഡെ, അങ്ങനത്തെ നെക്സ്റ്റ്, ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അതും ഐൻസ്റ്റീൻ തന്നെയാണ് കേട്ടോ. ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ സ്ലോയിലാണ് പോകുന്നത്, സ്പീഡൊന്നുമില്ല. നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാനുള്ള സമയമുണ്ട് കേട്ടോ. ഇതുവരെ മനസ്സിലായെങ്കിൽ ഒന്ന് യെസ് അടിക്കോ? നെക്സ്റ്റ്, പദാർത്ഥത്തെയും ഊർജത്തെയും സംബന്ധിച്ച് 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ ആവിഷ്കരിച്ച വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം E=mc² എന്ന ഊർജ സമവാക്യത്തിന്റെ പേരിൽ അറിയപ്പെട്ടത്, അല്ലെ? അദ്ദേഹം ഈ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊണ്ടുവന്നു. പക്ഷെ എന്താണ്, ബോംബിന്റെ കണ്ടുപിടുത്താണ് എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പം വേൾഡ് വാറിന് വേണ്ടിയിട്ട് ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്തിനെതിരായിരുന്നു? യുദ്ധത്തിന് എതിരായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. പദാർത്ഥത്തെയും ഊർജത്തെയും സംബന്ധിച്ച് 1905 കൊണ്ടുവന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ആവിഷ്കരിച്ച വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തമാണ് E=mc², ഊർജ സമവാക്യത്തിന്റെ പേരിൽ അറിയപ്പെട്ടത്. ഇങ്ങനെ ഒരു സമവാക്യം, ഇതൊരു ഇക്വേഷൻ ആണ്, E=mc². എന്താണ്? വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ്, E=എനർജി ആണ്. അവിടെ E=mc² ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലെ E എന്താണ്? എനർജിയാണ്, ഊർജം. മാസ് ആണ്, അല്ലെ? വസ്തുവിന്റെ പിണ്ഡമാണ്. അവിടെ എന്തിന്റെ പിണ്ഡമാണ്? വസ്തുവിന്റെ പിണ്ഡത്തിനാണ് മാസ് എന്ന് പറഞ്ഞത്, അല്ലെ? മാസിന്റെ യൂണിറ്റ് എന്താണ്? മാസ് എന്തിലാണ് കാണിക്കുന്നത്?
അടുത്തത് സി എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. സി വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. പ്രകാശത്തിന്റെ പ്രവേഗമാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവേഗമാണ് കേട്ടോ. അപ്പം സി എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അപ്പം ഇ പറഞ്ഞു, എം പറഞ്ഞു, സി പറഞ്ഞു അല്ലെ. എനർജി, മാസ്, വെലോസിറ്റി. അറിയോ? ഓക്കെ. നെക്സ്റ്റ് അടുത്തത് ഗതികോർജം എന്താണെന്നാണ് പറയുന്നത്. കൈനറ്റിക് എനർജി. എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞത്? ഒരു വസ്തു അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് എന്ത്? ഗതികോർജം എന്ന് പറഞ്ഞത്. ഒരു വസ്തുവിന്റെ ചലനം കൊണ്ട് അതിന് എന്താ ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം അല്ലെ. നമ്മളിപ്പോ ഒരു ബോൾ ഇട്ടോ, അതിന്റെ ആ ചലനം കൊണ്ട് അതിന് ലഭ്യമാകുന്ന ഊർജമാണ് എന്ത്? ഗതികോർജം. നിങ്ങൾക്ക് പിക്ചറിൽ ഒരു എക്സാമ്പിൾ ഇട്ടിട്ടുണ്ട്, അത് കാണാം. അപ്പം കൈനറ്റിക് എനർജി കിട്ടിയോ? സിമ്പിൾ ആണ്. 2 വരി ഡെഫിനിഷൻ അല്ലെങ്കിൽ പോയിന്റ്സ് ഒക്കെ ഓരോന്നിനും പഠിക്കാനുള്ളൂ. അപ്പൊ അത് അപ്പൊ തന്നെ പഠിച്ചു പോവാ. പിന്നെ നിങ്ങൾക്ക് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അതിന് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. പായുന്ന ബുള്ളറ്റ് അല്ലെ. തോക്കുന്നൊക്കെ ഇപ്പൊ ഒരു ബുള്ളറ്റിന് എന്താണ്? പായുന്ന ബുള്ളറ്റ്, പിന്നെ ഉരുളുന്ന കല്ല്. ഒരു കല്ല് ഉരുട്ടി വിട്ടാൽ അതൊക്കെ ഗതികോർജത്തിന്റെ ഉദാഹരണങ്ങളാണ്, അല്ലെങ്കിൽ കൈനറ്റിക് എനർജിന്റെ ഉദാഹരണങ്ങളാണ്. വീഴുന്ന വസ്തുക്കൾ, ഒഴുകുന്ന ജലം, ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്ക, ഓടുന്ന വാഹനം എന്നിവയിലെ ഊർജം ഗതികോർജമാണ്. അപ്പൊ നിങ്ങൾ ഗതികോർജത്തിന്റെ എക്സാമ്പിൾ ഏതാന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ തരും. പായുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്, വീഴുന്ന വസ്തുക്കൾ, ഒഴുകുന്ന ജലം, ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്ക, പിന്നെ അല്ലാത്തത് ഏതെന്ന് ചോദിക്കട്ടെ. ഇതിൽ പെടാത്ത ഒരു സാധനം തന്നിട്ട് അപ്പം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണം ഏതൊക്കെയാണ് ഗതികോർജത്തിന്റെ എക്സാമ്പിൾ ആയി വരുന്നത്. അപ്പം ഏതൊക്കെയാണ്? പായുന്ന ബുള്ളറ്റ് ഉണ്ട്, ഉരുളുന്ന കല്ല്, വീഴുന്ന വസ്തുക്കൾ, ഒഴുകുന്ന ജലം, ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്ക, ഓടുന്ന വാഹനം എന്നിവയിലെ ഊർജം എല്ലാം എന്താണ്? ഗതികോർജമാണ്. പിന്നെ മൈക്ക് ഓഫ് ചെയ്യൂ. നെക്സ്റ്റ് ഗതികോർജം. ഗതികോർജത്തിന്റെ എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ആണ് കേട്ടോ. ഹാഫ് എം വി സ്ക്വയർ ആണ് ഗതികോർജം. ഹാഫ് എം വി സ്ക്വയർ. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കട്ടെ. ഹാഫ് എം വി സ്ക്വയർ ആണ് ഗതികോർജം. അടുത്തത് വസ്തുവിന്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജം കൂടുന്നുണ്ട് അല്ലെ. നമ്മളൊരു വസ്തു അവിടെ എന്താണ് ഏതെങ്കിലും പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഇടുകയാണെങ്കിൽ അതിന്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് അതിന്റെ കൂടുന്നുണ്ട്? ഗതികോർജം കൂടുന്നുണ്ട്, അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയും കൂടുന്നുണ്ട്. വസ്തുവിന്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജവും കൂടുന്നുണ്ട്. അടുത്തത് പ്രവൃത്തിയുടെ അളവ് വസ്തുവിന് ലഭിക്കുന്ന ഗതികോർജത്തിന് തുല്യമായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ടൂൾസ് എന്തെങ്കിലും ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എന്താണ്? വസ്തുവിന് ലഭിക്കുന്ന ഗതികോർജത്തിന് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. പ്രവൃത്തിയുടെ അളവ് വസ്തുവിന് ലഭിക്കുന്ന ഗതികോർജത്തിന് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ വർക്ക് ഈക്വൽ ടു എന്താണ്? കൈനറ്റിക് എനർജിക്ക് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. വർക്കിന്റെ അളവ് അതാണ് പറഞ്ഞത്. ഇപ്പൊ സ്പീഡ് ഉണ്ടോ? ഞാൻ 2 പ്രാവശ്യം പറയുന്നുണ്ട് കേട്ടോ. പറഞ്ഞ സാധനം തന്നെ. നോട്ട് എഴുതണേ. യെസ്. നെക്സ്റ്റ് ഗതികോർജവും ആക്കവും തമ്മിലുള്ള സമവാക്യം. ആക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്കം മൊമെന്റം ആണ് അല്ലെ. മൊമെന്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഒരുപാട് ഡെഫിനിഷൻസും വിവരണങ്ങളൊന്നും ആവശ്യമില്ല. എക്സാമിന് ചോദിക്കുന്നത് എന്താ അത് മാത്രം നിങ്ങൾ പഠിക്കുക. ഒരുപാട് കാർഡ് കയറിപ്പോയി ഡെഫിനിഷനും ഇപ്പൊ മെമ്മറിയിൽ ഒരുപാട് ലൈൻസ് ഒന്നും പഠിച്ചു വെക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയത് മാത്രം നിങ്ങൾ പഠിക്കുക.
ഇപ്പൊ പഠിച്ചു വെക്കാൻ പ്രയാസമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എഴുതി പഠിക്കുക കേട്ടോ. ഒരു പ്രാവശ്യം എഴുതുന്നത് എത്രയോ പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കണം. ഗതികോർജവും ആക്കവും തമ്മിലുള്ള സമവാക്യം ഗതികോർജം ഈസിക്കൽ ടു, അതായത് കെ കൈനറ്റിക് എനർജി ഈസിക്കൽ ടു p²/2m ആണ് കേട്ടോ. അടുത്തത്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ വെലോസിറ്റി ഡബിൾ ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, അതിന്റെ ഗതികോർജം 4 ഇരട്ടിയായിരിക്കും അല്ലെ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാകുകയാണെങ്കിൽ അതിന്റെ ഗതികോർജം അതിന്റെ എന്താണ്, 4 ഇരട്ടിയായിരിക്കും അല്ലെ. പ്രവേഗം ഇരട്ടിയാവുമ്പോൾ ഗതികോർജം 4 ഇരട്ടിയാവും. ഇരട്ടി എന്ന് പറഞ്ഞാൽ ഡബിള്, 4 ഇരട്ടി അല്ലെ. അതിന്റെ 4 ടൈമാണ്, അല്ലെങ്കിൽ 4 ഇരട്ടിയാണ് എന്നാണ് പറഞ്ഞത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാകുകയാണെങ്കിൽ അതിന്റെ ഗതികോർജം 4 ഇരട്ടി ആയിരിക്കും. എഴുതിയോ റാഷില, എഴുതിയോ? കഴിഞ്ഞോ? നെക്സ്റ്റ്, സ്ഥിതികോർജം എന്താണ്? ഗതികോർജം പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ എപ്പോഴും സ്ഥിതികോർജം ഉണ്ടാവും അല്ലെ. സ്ഥിതികോർജം എന്താണ്? സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും സ്ട്രെയിൻ കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് എന്ത്? സ്ഥിതികോർജം എന്ന് പറഞ്ഞത്. ഒരു വസ്തുവിന്റെ സ്ഥാനം കൊണ്ടും അതിന്റെ രൂപമാറ്റം അല്ലെങ്കിൽ സ്ട്രെയിൻ കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് എന്ത്? സ്ഥിതികോർജം. വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് അല്ലെ. സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജം ഏതാന്ന് വെച്ചാൽ ഏതാണ്? സ്ഥിതികോർജാണ്. ഓപ്ഷനിൽ നിങ്ങൾക്ക് കുറെ ഓപ്ഷൻ തരും. സ്ഥിതികോർജം ഉണ്ടാവും, ഗതികോർജം ഉണ്ടാവും, പിന്നെ വേറെ എന്തെങ്കിലും 2 ഊർജ്ജം തരും. അപ്പം ഈ ഒരു ഡെഫിനിഷൻ ക്വസ്റ്റ്യനിൽ തരും. സ്ഥാനം കൊണ്ട് രൂപമാറ്റം കൊണ്ട് വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജം എന്ന് പറഞ്ഞിട്ട് തരും. അപ്പൊ നിങ്ങൾ ഏത് കറപ്പിക്കണം? സ്ഥിതികോർജം കറപ്പിക്കണം. എന്താണ് സ്ഥിതികോർജം എന്ന് പറഞ്ഞാല്? സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് എന്ത്? സ്ഥിതികോർജം. യെസ്, നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഇതുവരെ കിട്ടിയോ? സ്ഥിതികോർജം ഈസിക്കൽ ടു mgh ആണ് കേട്ടോ. സ്ഥിതികോർജം ഈസിക്കൽ ടു mgh ആണ്. mgh. അപ്പം m എന്നൊരു മാസ് എന്താണ്? ഒരു വസ്തുവിന്റെ ഉയരത്തിലാണെങ്കിൽ, ഒരു മാസുള്ള ഒരു വസ്തു ഉയരത്തിലാണ്, അതിന്റെ സ്ഥിതികോർജം mgh ആണ്. h എന്നുള്ള ഉയരത്തിലാണെങ്കിൽ, m എന്ന മാസുള്ള ഒരു വസ്തു ഉയരത്തിലാണെങ്കിൽ അതിന്റെ സ്ഥിതികോർജം mgh ആണ്. അത് നിങ്ങൾ എഴുതിയെടുക്കുക. m എന്ന മാസുള്ള ഒരു വസ്തു h എന്ന ഉയരത്തിലാണെങ്കിൽ അതിന്റെ സ്ഥിതികോർജം mgh ആണ്. mgh ആണ്. അപ്പൊ m മാസാണ്, g എന്താണ്? അതിന്റെ ഭാരം അല്ലെ, ഗ്രാമിലൊക്കെ ആയിരിക്കും. പിന്നെന്താണ്? h എന്താണ്? ഹൈറ്റ് ആണ്. h എന്നുള്ള ഉയരത്തിൽ എന്നാണ് പറഞ്ഞത്. യെസ്. ഇനി ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം അല്ലെ. അപ്പൊ ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം ഏത് എന്ന് ചോദിക്കും. അപ്പൊ അത് ഏത് ഊർജമാണ്? സ്ഥിതികോർജമാണ്. ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം സ്ഥിതികോർജം ആണ്. അടുത്തത് എന്താണ്? രൂപമാറ്റം കൊണ്ടുള്ള സ്ഥിതികോർജത്തിന് ഉദാഹരണങ്ങളാണ് പറയാൻ പോകുന്നത്. രൂപമാറ്റം കൊണ്ടുണ്ടാവുന്ന, അതായത് സ്ഥിതികോർജത്തിന് എന്തൊക്കെ ഉദാഹരണങ്ങൾ ഉണ്ട് നോക്കാം. സ്പ്രിങ് അമർത്തുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ, സ്പ്രിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇങ്ങനെ അമർത്തി ഇതാക്കാം, വലിക്കാനൊക്കെ പറ്റിയൊരു സാധനമാണ് സ്പ്രിങ്. സ്പ്രിങ് അമർത്തുകയോ
വലിക്കുകയോ ചെയ്യുമ്പോൾ അതെന്താണ്? സ്ഥിതികോർജത്തിന്റെ ഉദാഹരണമാണ്. നെക്സ്റ്റ് എന്താണ്? കുലച്ചു വച്ച വില്ല്. കുലച്ചു വെച്ച വില്ല് അല്ലെ, വില്ല് കുലയ്ക്കാന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വില്ല് ഏതാണ്? മഹാഭാരതത്തിലോ ഏതിലാണ് പറയുന്നത്? അർജുനൻ വില്ല് കുലയ്ക്കുന്നില്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിക്കുക. കുലച്ചു വെച്ച വില്ല് രൂപമാറ്റം കൊണ്ടുള്ള സ്ഥിതികോർജത്തിന്റെ ഉദാഹരണമാണ്. വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡ് അല്ലെ, വലിച്ചിട്ട് നിർത്തിയ ഒരു റബ്ബർ ബാൻഡ് എന്തിന് ഉദാഹരണമാണ്? സ്ഥിതികോർജത്തിന് ഉദാഹരണമാണ്. അപ്പം രൂപമാറ്റം കൊണ്ട് ഉള്ള സ്ഥിതികോർജത്തിനുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാല്, സ്പ്രിങ് അമർത്തുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ കുലച്ചു വച്ച വില്ല്, വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡ്. മുന്നോട്ട് പോട്ടെ. കിട്ടിയോ? ഇതുവരെ കിട്ടിയോ? എല്ലാരും പോയിന്റ്സ് നോട്ട് ചെയ്യുന്നുണ്ടോ? യെസ്, ഓക്കെ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. മറ്റുള്ള എന്താണ് എനർജികൾ ഏതൊക്കെയാണ്? യാന്ത്രികോർജം, വൈദ്യുതോർജം, താപോർജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഗവേഷണം നടത്തിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രിസ്കോട്ട് ജൂൾ. അല്ലെ, ജൂളിനെ അറിയാത്തവരാരും ഉണ്ടാവില്ല. യാന്ത്രികോർജം, വൈദ്യുതോർജം, താപോർജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഗവേഷണം നടത്തിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രിസ്കോട്ട് ജൂൾ. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് യൂണിറ്റ് വരെ വന്നത് അല്ലെ, ജൂൾ എന്ന യൂണിറ്റ്, പ്രവൃത്തിയുടെ യൂണിറ്റ് വന്നത്. അതായത് അല്ലെങ്കിൽ എനർജിയുടെ യൂണിറ്റുകൾ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ്. ജെയിംസ് പ്രിസ്കോട്ട് ജൂൾ ആണ്. യാന്ത്രികോർജം,